തന്റെ ബാല്യകാല സുഹൃത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് തച്ചനാട്ടുകര കൊടക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തിവരുന്ന ജയശങ്കർ. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശിയായ ജയശങ്കറും നിയുക്ത മുഖ്യമന്ത്രി സതീശനും സ്കൂൾ കാലഘട്ടം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു. എറണാകുളത്തെ വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂഷനിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഇരുവരും. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിനായി 2 വഴികളിലേക്ക് പിരിഞ്ഞ ഇവർ ആശയവിനിമയ സൗകര്യങ്ങൾ കുറവായിരുന്ന അക്കാലത്ത് പിന്നീട് പരസ്പരം കണ്ടിരുന്നില്ല. നീണ്ട 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ തച്ചനാട്ടുകര കൊടക്കാട് സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത്. വർഷങ്ങൾക്കിപ്പുറം കണ്ടിട്ടും തന്റെ പേര് പോലും മറക്കാതെ സതീശൻ സ്നേഹത്തോടെ ചേർത്തണച്ച നിമിഷം നിറഞ്ഞ കണ്ണുകളോടെയാണ് ജയശങ്കർ ഓർത്തെടുക്കുന്നത്. ഞാൻ വി ഡി സതീശൻ ഒന്നിച്ച് SSLC ബാച്ചിൽ പഠിച്ചതാണ്. പക്ഷേ സൗഹൃദങ്ങൾ വളരും തോറും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി തേടി വിദേശ രാഷ്ട്രങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച് ഒരു LLB കഴിഞ്ഞ് അഡ്വക്കേറ്റായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി വിദേശ രാഷ്ട്രത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. ആ ബന്ധങ്ങൾ ഒരിക്കലും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയാത്ത സമയത്ത് എന്നെ ഓർത്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായി മാറാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദ്ഘാടന വേളയിൽ വെച്ച് ഞാൻ എൻ്റെ സൗഹൃദം എൻ്റെ ഇങ്ങനെ പെങ്ങളുടെയും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നില്ലേ CP ജയശങ്കർ, എൻ്റെ പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് 2 കണ്ണീരൊറ്റിയത്. ഇത്രയും വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ രാജ്യം അല്ലെങ്കിൽ കേരളം ഭരിക്കേണ്ടത് എനിക്ക് തോന്നിയ നിമിഷം തന്നെയായിരുന്നു അത്. ആ കണ്ടുമുട്ടൽ പിന്നീട് എന്നും സൗഹൃദമായി നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. വി ഡി സതീശൻ്റെ വിജയത്തിന് ഞാൻ ചെറിയൊരു അഹങ്കാരം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം തന്നെ ജയിച്ചു വരണമെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം, പടത നയിച്ചവൻ എൻ്റെ രാജ്യം നയിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ സുഹൃത്തിന്റെ കൈകളിൽ കേരളം ഭദ്രമായിരിക്കും എന്ന കടുത്ത ആത്മവിശ്വാസമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നേതൃത്വപാഠമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. 35 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ ഒരു ഉദ്ഘാടന വേളയിൽ വീണ്ടും തിരിച്ചറിയുകയും ആ സൗഹൃദം പുനഃസ്ഥാപിക്കാനും സാധിച്ച ഏറ്റവും വലിയൊരു നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഓർമ്മകളിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആവണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ട് എന്നുള്ളതാണ് വി ഡി സതീശനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ആദ്യമായുള്ളൊരു കാര്യം. രാഷ്ട്രീയത്തിൽ പല വിഷയങ്ങളുണ്ടാവും, പല വിചാരങ്ങളുണ്ടാവും, വിവേക ബുദ്ധികളുണ്ടാവും. പക്ഷേ ഇതൊന്നും കാഴ്ചവെക്കാതെ മനുഷ്യൻ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണമെന്നും എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രീയക്കാരിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠങ്ങൾ വി ഡി സതീശനിൽ നിന്ന് ഓരോ വ്യക്തികളും പഠിച്ചെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് വി ഡി സതീശന് 1000 അഭിവാദ്യങ്ങൾ ആദ്യം വീണ്ടും ഞാൻ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് ശക്തമായി നയിക്കുവാനും ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരക്കുകൾക്കൊടുവിൽ നേരിട്ട് കണ്ട് തന്റെ സന്തോഷം പങ്കുവയ്ക്കണമെന്ന ആഗ്രഹത്തിലാണ് ജയശങ്കർ ഇപ്പോൾ. എറണാകുളത്ത് നിന്ന് വർഷങ്ങൾക്ക് മുൻപ് താമസം മാറിയ ജയശങ്കറും കുടുംബവും പള്ളിക്കുറുപ്പിലാണ് ഇപ്പോൾ കഴിയുന്നത്. CCN ചത്തല്ലൂർ.